നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കോൺക്രീറ്റിന് അല്ലെങ്കിൽ വീട് പണിക്ക് ഏത് ടൈപ്പ് ഓഫ് സിമെൻറ്റ് ചൂസ് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുകയുണ്ടായി. അതിനകത്ത് ഒത്തിരി അധികം പേര് കമൻ്റായിട്ട് ചോദിച്ച ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ വീഡിയോയുടെ ടോപ്പിക്കായിട്ട് എടുത്തിരിക്കുന്നത്. വേറൊന്നുമല്ല, കോസ്റ്റൽ ഏരിയാസിൽ തീരപ്രദേശങ്ങളിൽ ഉള്ള വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ തീരപ്രദേശങ്ങളിൽ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് സിമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. നമ്മുടെ കോസ്റ്റൽ ഏരിയാസിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ട സിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെൻറ്റാണ്. അതായത് PSC, അയൺ കണ്ടൻറ്റ്, അതായത് കമ്പി തുരുമ്പിച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട്. ഒരു സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കവർ കൊടുക്കുന്നത് 5 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചു. അതായത് 5 സെൻറ്റിമീറ്റർ അകത്തോട്ട് തള്ളിയാണ് നമ്മൾ കമ്പി വെക്കുന്നതെന്ന് വിചാരിക്കുമോ. പക്ഷെ കോസ്റ്റൽ ഏരിയാസിൽ ചെയ്യുമ്പോൾ നമ്മൾ 5-ന് പകരം ഒരു 8 സെൻറ്റിമീറ്ററെങ്കിലും നമ്മൾ മിനിമം അകത്തോട്ട് തള്ളി അയൺ ബാർസ് വെക്കാറുണ്ട്. OPC ഗ്രേഡ് സിമെൻറ്റുകൾക്ക് ഈ ക്ലോറൈഡ് അറ്റാക്കോ അല്ലെങ്കിൽ ഈ സൾഫേറ്റ് അറ്റാക്കോ ഒന്നും വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ചെറുക്കാനുള്ള പ്രോപ്പർട്ടീസ് ഇല്ല. അതുകൊണ്ട് തന്നെ കോസ്റ്റൽ ഏരിയാസിൽ നമ്മൾ OPC ഗ്രേഡ് സിമെൻറ്റുകൾ തീരെ ഉപയോഗിക്കാറില്ല. അല്ല എങ്കിൽ നമ്മളുടെ യൂഷ്വലി ഉള്ള പോർട്ട്ലാൻഡ് പൊസലാനോ സിമെൻറ്റ് തന്നെ യൂസ് ചെയ്യുക. പക്ഷേ ഇച്ചിരി കവറൊക്കെ കൂട്ടി കൊടുത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. ക്യാൻഡിലിവറായിട്ടുള്ള ബീമുകൾ അല്ലെങ്കിൽ ഒത്തിരി അധികം അങ്ങനത്തെ കോളങ്ങൾ വർക്കുകൾ ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ സ്പെഷ്യൽ ഗ്രേഡ് ആയിട്ടുള്ള OPC ഗ്രേഡ് സിമെൻറ്റുകൾ നമുക്ക് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ വളരെ ലീനിയറായിട്ടുള്ള കട്ടി കുറഞ്ഞ ഷെയ്ഡ്സൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സെറ്റായി കിട്ടേണ്ടത് കൊണ്ട് നമുക്ക് OPC ഗ്രേഡ് സിമെൻറ്റുകൾ നമുക്ക് യൂസ് ചെയ്യാം. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീട് സംബന്ധമായിട്ടുള്ള ഏത് കാര്യങ്ങൾക്കും ഞങ്ങളുണ്ട്. വീട് വിചാരം. താങ്ക് യു.